മുട്ടത്ത് വർക്കി പുരസ്കാരം. പ്രശസ്ത സാഹിത്യകാരൻ മുട്ടത്ത് വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1992. മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി OV വിജയൻ. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യം ലഭിച്ച വനിത കമല സുരയ്യ 2006. മുട്ടത്ത് വർക്കി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 50,000 രൂപ. മുട്ടത്ത് വർക്കി പുരസ്കാരം 2018 ലഭിച്ചത് KR മീര. മുട്ടത്ത് വർക്കി പുരസ്കാരം 2019 ലഭിച്ചത് ബെന്യാമിൻ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2001. പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി തിക്കൊടിയൻ. സമ്മാനത്തുക 3 ലക്ഷം രൂപ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2019 നേടിയത് UA ഖാദർ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് 2020 അർഹനായത് K സച്ചിദാനന്ദൻ. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് A സേതുമാധവൻ. പത്മപ്രഭ പുരസ്കാരം. 2020 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 2019 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് ഏച്ചിക്കാനം. സമ്മാനത്തുക 75,000 രൂപ. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, മനുഷ്യനൊരാമുഖം, സമുദ്രശില, കാണുന്ന നേരത്ത്. ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡറുടെ സ്മരണയ്ക്കായാണ് 1996 മുതൽ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വയലാർ അവാർഡ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1977. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം. പ്രഥമ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം 1977. കൃതി അഗ്നിസാക്ഷി. രണ്ടാമതായി വയലാർ അവാർഡ് ലഭിച്ചത് PK ബാലകൃഷ്ണൻ 1978. കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. 43ാമത് വയലാർ അവാർഡ് 2019 നേടിയത് VJ ജെയിംസ്. കൃതി നിരീശ്വരൻ. 2020 വയലാർ അവാർഡ് ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2021 വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിൻ. കൃതി മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ബെന്യാമിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, മരീചിക, യൂത്തനേസിയ, EMSഉം പെൺകുട്ടിയും, പെൺമാറാട്ടം. 2022 46ാമത് വയലാർ അവാർഡ് ജേതാവ് S ഹരീഷ്. കൃതി മീശ. S ഹരീഷിൻ്റെ പ്രധാന കൃതികൾ രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ഓഗസ്റ്റ് 17. 2023 47ാമത് വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക്. മഹാകവി കുമാരനാശാൻ്റെ സ്മരണയ്ക്കായി 1985 ചെന്നൈ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ആരംഭിച്ചതാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. മലയാള ഭാഷയിലെ മികച്ച കവികളെ ആദരിക്കുന്നതിനാണ് ഈ പുരസ്കാരം. ആശാൻ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി C മണി. 2021 ജേതാവ് K ജയകുമാർ. 2022 ജേതാവ് കുരീപ്പുഴ ശ്രീകുമാർ. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം. OV വിജയൻ്റെ സ്മരണാർത്ഥം മലയാളത്തിലെ മികച്ച രചനകൾക്ക് സമ്മാനിക്കുന്ന സാഹിത്യ പുരസ്കാരമാണ് OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം. 2022 OV വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് നോവൽ വിഭാഗത്തിൽ PF മാത്യൂസ്, അടയാള പ്രേതം. കഥാസമാഹാരത്തിന് VM ദേവദാസ്, കാട്ടിൻ നടുക്കൊരു മരം. യുവകഥാ പുരസ്കാരം നിതിൻ കഥാ ചാച്ചൻ. 2023 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസ്, മുഴക്കം എന്ന ചെറുകഥാ സമാഹാരത്തിന്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021. മികച്ച നോവൽ ഡോക്ടർ R രാജശ്രീ. കൃതി കല്യാണി എന്നും ദാശാണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. വിനോയ് തോമസ്. കൃതി പുറ്റ്. മികച്ച കവിത അൻവർ അലി. കൃതി മെഹബൂബ് എക്സ്പ്രസ്. മികച്ച നാടകം പ്രദീപ് മണ്ടൂർ. കൃതി നമുക്ക് ജീവിതം പറയാം. മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ പ്രൊഫസർ TJ ജോസഫ്. കൃതി അറ്റുപോകാത്ത ഓർമ്മകൾ. M കുഞ്ഞാമൻ. കൃതി എതിർ. മികച്ച യാത്രാവിവരണം വേണു. കൃതി നഗ്നരും നരഭോജികളും. മികച്ച ഹാസ്യ സാഹിത്യം ആൻപാലി. കൃതി A4 അന്നാമ.
മികച്ച ബാലസാഹിത്യം രഘുനാഥ് പലേരി, കൃതി അവർ മൂവരും ഒരു മഴവില്ലും. സമഗ്ര സംഭാവന പുരസ്കാരം ഡോക്ടർ കെ ജയകുമാർ, കടത്തനാട്ട് നാരായണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, കവിയൂർ രാജഗോപാലൻ, ഗീതാ കൃഷ്ണൻകുട്ടി, കെ എ ജയശീലൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022. 1958 മുതൽ എല്ലാ വർഷവും മലയാള സാഹിത്യകാരന്മാർക്ക് അവരുടെ മികച്ച സാഹിത്യകൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. മികച്ച നോവൽ സമ്പർക്ക ക്രാന്തി, വി ഷിനിലാൽ. മികച്ച കവിത കടലാസുവിദ്യ, NG ഉണ്ണികൃഷ്ണൻ. മികച്ച ചെറുകഥ മുഴക്കം, PF മാത്യൂസ്. മികച്ച നാടകം കുമരു, എമിൽ മാധവി. മികച്ച സാഹിത്യ വിമർശനം എത്രയെത്ര പ്രേരണകൾ, S ശാരദക്കുട്ടി. മികച്ച ജീവചരിത്രം ന്യൂസ് റൂം, BRP ഭാസ്കർ. മികച്ച യാത്രാ വിവരണം ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം, C അനൂപ്. മുറിവേറ്റവരുടെ പാതകൾ ഹരിത സാവിത്രി. മികച്ച വിവർത്തനം ബോദ്ലെയർ 1821-2021, വി രവികുമാർ. മികച്ച ഹാസ്യ സാഹിത്യം ഒരു കുമരകംകാരൻ്റെ കുരുത്തംകെട്ട ലിഖിതങ്ങൾ, ജയന്ത് കാമച്ചേരിൽ. മികച്ച വൈജ്ഞാനിക സാഹിത്യം ഭാഷാസൂത്രണം പൊരുളും വഴികളും, CM മുരളീധരൻ. മലയാളി ഒരു ജനിതക വായന, കെ സേതുരാമൻ IPS. മികച്ച ബാലസാഹിത്യം ചക്കര മാമ്പഴം, ഡോക്ടർ കെ ശ്രീകുമാർ. സമഗ്ര സംഭാവന പുരസ്കാരം ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ. തകഴി സാഹിത്യ പുരസ്കാരം 2022 ലഭിച്ചത് M മുകുന്ദൻ. തകഴി സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് MK സാനു. 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് വി മധുസൂദനൻ നായർ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് C രാധാകൃഷ്ണൻ. 2022 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് T പത്മനാഭൻ. 2022 മലയാറ്റൂർ അവാർഡിന് അർഹനായത് ബെന്യാമിൻ, നോവൽ നിശബ്ദ സഞ്ചാരങ്ങൾ. 2023 മലയാറ്റൂർ അവാർഡിന് അർഹനായത് സാറ ജോസഫ്, നോവൽ എസ്തേർ. യുവ എഴുത്തുകാർക്കുള്ള 2022 മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് VK ദീപ, കഥാസമാ വുമൺ ഈറ്റേഴ്സ്. 2021 മലയാറ്റൂർ അവാർഡിന് അർഹനായത് സജിൽ ശ്രീധർ, വാസോദത്ത എന്ന നോവലിന്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് E സന്തോഷ് കുമാർ 2024, കൃതി നാരകങ്ങളുടെ ഉപമ. 2023 ലഭിച്ചത് M മുകുന്ദൻ, കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. 2023 P കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ദേശമംഗലം രാമകൃഷ്ണൻ. ഗുരുവായൂർ ദേവസ്വം നൽകുന്ന അവാർഡായ ജ്ഞാനപ്പാന അവാർഡ് 2023 നേടിയത് വി മധുസൂദനൻ നായർ. 2022 ലഭിച്ചത് K ജയകുമാർ. 2022 ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അസീം താന്നിമൂട്, കൃതി മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത്.